28 വാഹനങ്ങളുടെ അകമ്പടി. പിന്നെ ഒരു മാസം ജനങ്ങൾക്ക് യാതൊരു ഉപകാരമില്ലാതെ ഫുഡ് അടിച്ച് കറങ്ങി നടക്കാൻ 2 കോടി രൂപയുടെ ബസ്. എന്നാലോ ഈ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന വഴിയിൽ സാധാരണക്കാർക്ക് ഒരു കറുത്ത ഷർട്ട് ഇട്ടിട്ട് നിൽക്കാനോ കറുത്ത കുട ചൂണ്ടിട്ട് നിൽക്കാനോ പോലും അനുവാദമല്ല. പോലീസുകാർ കൊണ്ടുപോകും. പാവപ്പെട്ടവന്റെയും പട്ടിണി കിടക്കുന്നവന്റെയും പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹങ്ങൾ അകമ്പടിയായിരുന്നു ഇത്. മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട വി.ഡി. സതീശന്റെ ആദ്യത്തെ പ്രഖ്യാപനം കണ്ടു. എസ്കോട്ടും പൈലറ്റും അല്ലാത്ത എല്ലാ വാഹന വ്യൂഹങ്ങളും ഒഴിവാക്കണം. മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് പറഞ്ഞത്. ഖലീഫ ഉമറിന്റെ ഒരു ചരിത്രമാണ് ഓർമ്മ വന്നത്. പേർഷ്യയിൽ നിന്നോ റോമിൽ നിന്നോ ഒരു രാജകൊട്ടാരത്തിൽ നിന്ന് ഒരു ദൂതൻ അറേബ്യയുടെ രാജാവ് ഖലീഫ ഉമറിനെ കാണാൻ വരികയാണ്. രാജകൊട്ടാരവും സിംഹാസനങ്ങളും കാവൽപ്പടന്മാരെയും പ്രതീക്ഷിച്ചു വന്ന ദൂതൻ കാണുന്നത് മദീനത്തെ പള്ളിയുടെ മുന്നിൽ വെറും മണ്ണില് ഒരു ഈത്തപ്പനയുടെ ഓലപ്പായ വിരിച്ച് അതിൽ കിടന്നുറങ്ങുന്ന ഖലീഫ ഉമറിനെയാണ്. ആ മനുഷ്യൻ ചോദിച്ചു, ഇതാണോ നിങ്ങളുടെ ഭരണാധികാരി? എങ്ങനെയാണ് ഇങ്ങനെ ഭയമില്ലാതെ ഖലീഫക്ക് കടന്നുറങ്ങാൻ കഴിയുന്നത്? അവിടുന്ന് കേട്ട മറുപടി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: അമീറുൽ മുഅ്മിനീൻ അങ്ങ് നീതി നടപ്പിലാക്കി, അതുകൊണ്ട് സുരക്ഷിതനായി, ആ ഭയമില്ലാത്തതിനാൽ സമാധാനമായിട്ട് ഉറങ്ങുന്നു. ജനങ്ങളോട് നീതി നടപ്പാക്കുന്ന ഭരണാധികാരികൾക്ക് ജനങ്ങളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കോൺഗ്രസിന്റെയോ UDF-ന്റെയോ ഏത് നേതാക്കൾ വേണമെങ്കിലും നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. അത് ഉമ്മൻചാണ്ടി ആവട്ടെ, വി.ഡി. സതീശനാവട്ടെ, ഷാഫി പറമ്പിലാവട്ടെ, പി.കെ. കുഞ്ഞാലിക്കുട്ടി ആവട്ടെ, ഇനി രാഹുൽ ഗാന്ധി തന്നെ ആവട്ടെ, അവരെല്ലാം നിങ്ങൾക്ക് ജനങ്ങളുടെ കൂടെ ആൾക്കൂട്ടത്തിനിടയിൽ കാണാൻ കഴിയും. അതാണ് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന നേതാക്കളും സ്വന്തം വീടും കുടുംബവും നന്നാക്കാൻ വേണ്ടി ഭരിക്കുന്ന നേതാക്കളും തമ്മിലുള്ള വ്യത്യാസം.